ആ ഇഷാൻ വീഡിയോ കോളിലാണല്ലോ. വൃന്ദയെ പിടികൂടി തന്നെ നേരിട്ട് കാണിക്കാനായിരിക്കും. മോനെ ഇഷാനെ, നീയാണ്ടാണ് ബെസ്റ്റ്. നിനക്കെന്താ ഫോൺ നേരെ പിടിക്കാറിഞ്ഞൂടെ? ഫോൺ നേരെ പിടിക്കണം. നേരെ പിടിക്കുന്ന ആഗ്രഹമുണ്ടാണോ? പക്ഷെ പറ്റുന്നില്ല. ഫോണ് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. ഇതെന്താണ്? വൃന്ദ അവളെ നീ പിടിച്ചില്ലേ? എന്റെ അണ്ണ അവളെ പിടികൂടാൻ പറ്റുന്നില്ല. പോയപ്പോഴാ ഇത് സംഭവിച്ചത്. എന്നെ ആരോ അടിച്ച മരത്തിൽ കെട്ടി തൂക്കിട്ടിരിക്ക. ഇഷാനെ, നിന്നെ ആരാ ഇങ്ങനെ മരത്തിൽ കെട്ടി തൂക്കിട്ട? ആരെന്ന് പറഞ്ഞ അവനെ ഇപ്പൊ ഞാൻ തീർക്കും. ആരാന്ന് അറിയില്ല അണ്ണാ. ആരോ പുറകെ കൂടെ ഒന്ന് ചെയ്തതാ. അവളെന്തിയാ? അവളെ കിട്ടിയാ? ഇല്ല അണ്ണാ, അവള് വഴുതി പോയി. അവളെ പിടികൂടാൻ നിന്നെയൊക്കെ പറഞ്ഞയച്ച എന്നെ വേണം പറയാൻ. അണ്ണാ, ഇവിടേക്കും ആരുമില്ല. ആരെങ്കിലും എന്നെ ഒന്ന് അഴിച്ചിറക്കണ്ണ. കൊളന്ന് മോങ്ങാതറ. വൃന്ദ അവളെ കിട്ടിയില്ലെന്ന്, അവള് വഴുതിപ്പോയി. ഇവനെയൊക്കെ പറഞ്ഞയച്ചത് വെറുതെ ആയിപ്പോയല്ല. മര കഴുത കേറി വരാൻ കണ്ട നേരം. അയ്യോ, എന്റെ നെഞ്ച് പൊട്ടി തകർന്നണ്ണാ. ഇവിടെ കിടന്ന് കള്ളക്കരച്ചിട്ട് കരയാതെ പോയി വണ്ടി ഇറാ. പോടാ, പോയി വണ്ടി ഇറാ. നിന്നെ അയാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചോ? എടാ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വന്ന ടാക്സി വഴിയിൽ വെച്ച് കേടായി. ആ സമയത്താ ഈ സംഭവം നടന്നേ. അവൻ എന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അവൻ പരാജയപ്പെട്ടു. അവന്റെ കാലിൽ എന്തോ കുരുങ്ങിയ നിലത്ത് വീണു. ആ തക്കത്തിനാ ഞാൻ രക്ഷപ്പെട്ടെ. ആ സമയത്ത് മറ്റൊരു ടാക്സി എത്തുകയും ചെയ്തു. രുദ്രന്റെ കൂടെയുള്ള ഈശാനല്ലേ നിന്നെ പിടികൂടാൻ വന്നത്? ആ അതെ, അവൻ തന്നെ. അവൻ എന്താ സംഭവിച്ചത്? അവൻ വീണതാണോ അതോ ആരെങ്കിലും അടിച്ച് താഴെ ഇട്ടതാണോ? അവൻ എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വൃന്ദേ, നീ സേഫ് ആണല്ലോ അല്ലേ? ഞാനിപ്പോ സേഫാ. സൂര്യമംഗലത്ത് എത്തിയതിനു ശേഷം ഞാൻ വിളിക്കാം. വൃന്ദയെ തനിച്ചു വിട്ടത് പ്രശ്നമല്ലോ. നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങാൻ കാത്തിരിക്കുക അവന്മാര്. അമര നോട്ടപ്പുള്ളികളല്ലേ നമ്മള്. ആരവനെ കൈ കിട്ടുന്നത് വരെ അവന്മാര് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിരീക്ഷണം അത്ര ശരിയല്ല. നമ്മൾ പ്രതികരിക്കാത്തതുകൊണ്ട് അവന്മാർ ഇങ്ങനെ ചെയ്യുന്നു. ഇതിങ്ങനെ തുടങ്ങിയ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? വൃന്ദ വരട്ടെ. ഇഷാൻ വൃന്ദയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എന്താ? ആരവനെ അവന്മാർക്ക് കിട്ടിയിട്ടില്ല. ആരവനെ അവന്മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ വൃന്ദയ്ക്ക് പുറകെ ഇഷാൻ പോവില്ലായിരുന്നല്ലോ. ആരോ പോയത് എന്തിനാന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവൻ എന്തിനാ പോയെന്ന് അവന് മാത്രമേ അറിയൂ. എങ്ങോട്ടാ മേഡം പോകേണ്ടത്? മനയിലേക്കല്ല, ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോകേണ്ടത്. ഇവിടെ ഏത് ഹോസ്പിറ്റലാ മേഡം? ഞാൻ പറയാം. ആ ശരി. ഹലോ, ആ മോളെ, നീ എവിടെത്തി? ഞാൻ സൂര്യമംഗലത്ത് എത്താറായി. ഏത് ഹോസ്പിറ്റലിലാണ് മുത്തശ്ശൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. എനിക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. മോളെ, നീ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. മുത്തശ്ശന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഡിസ്ചാർജായി. ഞാൻ ബില്ലടിച്ചിട്ട് നിൽക്കുക. നീ നേരെ മനയിലേക്ക് പൊയ്ക്കോ. ഞാൻ മുത്തശ്ശനെയും കൂട്ടി അങ്ങെത്താം. അത് ശരിയാവില്ല അപ്പോളെ. മുത്തശ്ശനെ കാണാനും കെയർ ചെയ്യാനുമാ ഞാൻ ഇത്രയും ദൂരമൊക്കെ ഓടി വന്നത്. അതിനെന്താ, മുത്തശ്ശൻ മനയിലേക്കല്ലേ വരുന്നത്. നിനക്ക് കെയർ ചെയ്യാലോ. നീ മനയിലെത്തിയിട്ട് നമ്മുടെ ഡ്രൈവറെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാ മതി. ഓപ്പോളെ, മുത്തശ്ശൻ എന്നെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ അങ്ങോട്ട് വരാതിരുന്ന മുത്തശ്ശൻ പിണങ്ങും. നിന്റെ മുത്തശ്ശനാ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് വരുത്തണ്ടാന്ന്. നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ. നീ മനയിലെത്തി കുറച്ചു സമയം റെസ്റ്റ് എടുക്ക്.
അപ്പോഴേക്കും ഞാനും മുത്തശ്ശനും അങ്ങോട്ടേക്ക് എത്താം.